സൈബർ ഹാൻഡിലുകൾ പുറത്തുവിട്ടിരുന്നു. അതാണ് ഈ ദൃശ്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ തന്നെ സൂം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കറുത്ത ഷർട്ട് ഇട്ട ആളുടെ കൈ മന്ത്രിയുടെ കഴുത്തിൽ തട്ടുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ. അവർ തന്നെ ദൃശ്യങ്ങളിൽ ഈ കാണുന്ന ഈ സംഘർഷത്തിന് നടുവിൽ മന്ത്രി. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോ? മന്ത്രിയുടെ കഴുത്തിൽ, അതായത് KSU പ്രവർത്തകർ ഇടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ വെച്ച് തരണോ? അതോ ലാഗ് അടിപ്പിക്കുമോ നിങ്ങളെ? ഒന്നും കൂടെ ഞാനൊന്ന് വെച്ചുതരാം. ആ ഒരു വീഡിയോ ഇപ്പം CPM-കാർ പുറത്തുവിട്ട വീഡിയോ ആണ്. എക്സ്ക്ലൂസീവ് സാധനമാണ്. കയ്യോടെ തൂക്കിയിട്ടുണ്ട്, ഞാൻ കയ്യോടെ തൂക്കിയിട്ടുണ്ട്. ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മുടെ വീണ ജോർജിനെയാണ് ദ്രോഹിച്ചിരിക്കുന്നത്. അതും KSU പ്രവർത്തകർ. ആ പാവം പിടിച്ച സ്ത്രീയുടെ കഴുത്ത്. CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പുറത്തുവിട്ടിരുന്നു. അതാണ് ഈ ദൃശ്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ തന്നെ സൂം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കറുത്ത ഷർട്ട് ഇട്ട ആളുടെ കൈ മന്ത്രിയുടെ കഴുത്തിൽ തട്ടുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. ആ ദൃശ്യത്തിന്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ ഒരു ബാഗിന്റെ വള്ളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാഗിന്റെ വള്ളി, ഒരു കറുത്ത ഷർട്ട് ഇട്ട ഒരു മനുഷ്യന്റെ ബാഗിന്റെ വള്ളി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വ്യക്തി ആരാണ്? ഈ പറയുന്ന വീണ ജോർജിന്റെ PA ആണ്. പുള്ളിക്കാരുടെ കൂടെ നടക്കുന്ന മനുഷ്യന്റെ ആ ഒരു വീഡിയോയുടെ ആ ഒരു ഇതെടുത്തിട്ടാണ് ഇവന്മാരിപ്പം നെഗറ്റീവ് അടിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? KSU പ്രവർത്തകർ കയ്യിലും കൂടി കാണിക്കാൻ വന്ന സമയത്ത് 2-3 ആൾക്കാർ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന്മാരിപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത് ഈ പറയുന്ന വീണയുടെ കൂടെയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്ന കയ്യോ കാര്യങ്ങളോ ഒന്നും അവരുടെ കഴുത്തിലൊന്നും കൊണ്ടുവരില്ല. പണ്ട് മുതലേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ആൾക്കാരെ കാണിച്ച് പറ്റിച്ചാണ് ഈ നാറികൾ ഭരണം മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വസിച്ച് പോകുന്ന ചില പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അവരെ കൊങ്ങയ്ക്ക് പിടിച്ച് കണ്ടില്ലേ? ഇതൊക്കെ പ്രായം ചെയ്യുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ നമ്മളെപ്പോലുള്ളവരൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പം ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. The police is saying and the health minister is also claiming that her neck got an injury, and also there are few injury marks on her hand. Now the chief minister has criticized it, stating that what happened there was not a protest of any kind but the rampage of a group of violent individuals. അപ്പം എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ലയോ? നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ? ആ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ വേറൊരു വിഷയം കൂടെ ഞാൻ വെച്ച് തരാം. അദ്ദേഹം അവിടെ നമ്മൾ ഒരു സൈഡ് കൊണ്ട് നോക്കുമ്പോൾ ഇതാണ് സംഭവം. പക്ഷെ മറ്റേ സൈഡ് കൊണ്ട് നോക്കുമ്പോൾ യഥാർത്ഥ സത്യാവസ്ഥ അറിയാം. ഇയാളാണ് അവിടെ നിന്നത്. ഇയാളുടെ ദേഹമോ കാര്യങ്ങളൊന്നും മുട്ടിയിട്ടൊന്നുമില്ല. ഇത് വളച്ചൊടിക്കാൻ വേണ്ടി മാത്രം ഇവിടുത്തെ CPM ചെയ്യുന്ന തോന്നിവാസം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് കണ്ട് വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇത് അഭിനയമല്ലേ? എന്തിനാണ് പിന്നെ കള്ളക്കഥകൾ പടച്ചു വിടുന്നത്? എന്തിനാണ് ഈ കള്ളക്കഥകൾ ഇങ്ങനെ പടച്ചു വിട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇനിയെങ്കിലും CPM നിങ്ങൾക്ക് ഇത് നിർത്തിക്കൂടെ? ഓക്കെ, എന്നിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലോട്ടൊന്ന് പോവാം. ചാനൽ കാണുമ്പോൾ ആരും സബ് ചെയ്യാതെ പോകണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നമുക്കൊരു ഉപകാരവും കൂടെ ആയിരിക്കും. ഓക്കെ, ഇനി ചേച്ചിയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എത്രമാത്രം വിശ്വസ്തനായിരിക്കും കൂടെ നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെയാണ്. ആ ഒരു വിഷ്വലാണ്. ദൈവം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ആ ബാഗിൻ്റെ വള്ളി അവിടെ കിടന്നത്. കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിനാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുപോലുള്ള കള്ളക്കഥകളും അടിച്ചു വിട്ടുകൊണ്ട് അവരുടെ കുത്തിന് പിടിച്ചു, അവരുടെ കൈയുടെ പാട് കാണിച്ചിട്ട്. ആ പാട് പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഒരിക്കലും മണ്ടരാവരുത്. ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് കണ്ടേ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഞാൻ അത്രേ നിങ്ങളോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ വെച്ച് തരാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എനിക്ക് കഴുത്താനക്കാൻ അത് 2 വിഭാഗക്കാർ വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്.
ശരി ശരി. പണ്ടത്തെ നാടക നടി കാണാമല്ലോ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ കൈയുടെ ഒരു വിഷ്വലും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. നിങ്ങൾ ആ വീഡിയോ നോക്ക്. കൈയുടെ പരുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? മന്ത്രി വീണ ജോർജിന് പരിക്ക്. ഇത് നേരത്തെ ഉള്ളൊരു പരിക്കാണ്. അത് ഞാനത് കാണിച്ചു തരാം. നേരത്തെ ഒരു ഉദ്ഘാടനത്തിന് ചേച്ചി പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ വെച്ച് തരാം. നോക്ക്. നിങ്ങൾക്ക് ആ റിപ്പോർട്ടർ ചാനലിൻ്റെയാണ്. അവരുടെ കൈ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ എന്തിനാണോ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഓരോ നിങ്ങൾ ആ കൈ ശ്രദ്ധിച്ചോ? ആ കൈക്കകത്തെല്ലാം ഉണ്ട്. ഇതൊക്കെ നേരത്തെ വന്ന കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ന്യൂസ്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഓരോ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുവാണ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇതിൽ ചെന്ന് വീടാൻ കുറേ ജനങ്ങളുണ്ട്. സിമ്പതി കൊണ്ട് കഴിഞ്ഞ ഇലക്ഷനാണെന്ന് തോന്നുന്നു കഴുത്തെ ബെൽറ്റും കിട്ടിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തത്. ഇനിയെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഇനി നമ്മുടെ ചേച്ചി ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു രംഗം കാണാവേ. തക്കുട് വാവയ്ക്ക് വയ്യ. എൻ്റെ ചങ്കട കുട്ടി എങ്ങനെ കിട്ടിയടാ സീറ്റൊക്കെ? സീറ്റും പോട്ടെ, എങ്ങനെ കിട്ടി ബെഡൊക്കെ? പറയടാ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ, യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛന് വയ്യാതായ സമയത്ത് എന്നെ വിളിച്ചിട്ട്, നീ അത്യാവശ്യം പാർട്ടിയിലൊക്കെ ഉള്ളതല്ലേ, എൻ്റെ അച്ഛന് വാർഡിലല്ല തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വല്ല മാർഗ്ഗമുണ്ടോ വാർഡിലോട്ട് മാറ്റാനോ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ. അതും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എന്തായാലും ചേച്ചിക്ക് ബെഡ് കിട്ടിയല്ലോ, സന്തോഷം. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബെൽറ്റ്. പണ്ടൊക്കെ മൂക്കി പഞ്ഞി വെക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ബെൽറ്റ് വെക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. കഴുത്തേ പോലും ഇടാൻ സമയമില്ല. എവിടൊക്കെയാണ് എൻ്റെ പൊന്നു ചേച്ചി ഇതൊക്കെ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റൽ കണ്ടില്ലേ, ആരോഗ്യമന്ത്രി ബെഡ്ഷീറ്റോടെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത്? ബെസ്റ്റാണ്, ബെസ്റ്റ്. കഷ്ടം, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു പ്രസംഗം വെക്കാവേ. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ച് തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ വന്നിട്ടുണ്ടെന്നുള്ള സത്യം തന്നെ. അവന്മാർ അവരുടെ 7 അയലത്ത് പോലും വന്നില്ല. കേരള പോലീസിന്റെ വീഴ്ചയെന്ന് വേണമെങ്കിൽ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ. അല്ല പിന്നെ എന്താ പറയാനാ, ഒരു എങ്ങനെ പോയാലും ഒരു 10, 30, 40 മീറ്റർ അവർ മാറി നിൽക്കുകയായിരുന്നു. പിടിച്ച് തെള്ളിക്കൊണ്ട് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് കാണുന്ന ഇത് പൊട്ടന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തിനാണോ ഇവരിങ്ങനെ ഈ തള്ളുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്ത ജന്മം തന്നെ, വല്ലാത്ത ജാതി തന്നെ. പണ്ടേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ പാവത്തിന് എല്ലാവരും കൂടെ ചേർന്ന് കല്ലെറിഞ്ഞതൊന്നും മറന്നിട്ടില്ല. ഞാൻ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ വെച്ച് തരാം. ഒരു വഴിക്ക് പോവല്ലേ, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കള്ളക്കഥകൾ ഉണ്ടാക്കി ഇവിടുത്തെ ഭരണം പിടിച്ചെടുത്തിട്ട് ഇവിടുത്തെ നാട് മുടിപ്പിക്കാൻ നടക്കുന്ന ഇതുപോലുള്ള നാശിച്ച പാർട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ നാളുകളുണ്ട്. ഇനിയെങ്കിലും പൊന്നമ്മമാരെ പപ്പടവും ഈ കിറ്റും അതും ഇതൊക്കെ കാണുമ്പോഴും കണ്ണു മഞ്ഞളിക്കുന്ന ആ പരിപാടി നിർത്തിക്കോ. നിങ്ങൾ ചിന്തിക്കേണ്ട അന്നേരത്തെ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് വീണു പോകും. പിന്നീടുള്ള 5 വർഷം നിങ്ങൾ നരയിക്കും. അതും കൂടെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. ഞാൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരു വീഡിയോ വെച്ച് തരാം. പോലീസ് ക്ലബിന് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. സമീപത്ത് കാത്തുനിന്ന പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ കരിങ്കൊടിയും കമ്പുകളും വലിച്ചെറിഞ്ഞു. കല്ലേറുമുണ്ടായി. കല്ലേറിൽ കാറിന്റെ ചില്ലു തകർന്നു. പൊട്ടിയ ചില്ലുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റത്. നെറ്റിയിൽ മുറിവ് പറ്റിയ മുഖ്യമന്ത്രി പക്ഷേ പ്രാഥമിക ചികിത്സ പോലും തേടാതെയാണ് പോലീസ് കായികമേളയുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തത്. 1 മണിക്കൂർ നീണ്ട ചടങ്ങിനു ശേഷം ഡോക്ടർമാർ എത്തി പ്രാഥമിക ചികിത്സ നൽകി. തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠിം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? ആരായി പറയുന്നേ? അന്തസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
അദ്ദേഹം ആണാണ്, ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ കള്ളങ്ങൾ കാണിച്ച് ഭരണം പഠിക്കുമല്ലോ. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പം എനിക്കൊക്കെ ഒരു രോമാഞ്ചമായിരുന്നു, ഉള്ളായിരുന്നു തുറന്നു പറയാലോ. പക്ഷേ നിങ്ങളെപ്പോലുള്ള നാറികളൊക്കെ നാട് മുടിപ്പിക്കാൻ തുടങ്ങിയപ്പം പുച്ഛം മാത്രം. നിങ്ങൾ പറയുന്ന വിശ്വസിച്ച് കേൾക്കുന്ന ഈ പാർട്ടി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ശരിയെന്ന് പറയുമ്പോൾ അത് മാത്രം തുള്ളിക്കൊണ്ട് ചാടുന്ന കുറേ പിള്ളേരും കൂടെ ഉണ്ട്. അവരെയും കൂടെ ഭാവി ആർക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട്. എന്തെങ്കിലുമൊക്കെ നിൻ്റെയൊക്കെ തനി ഗുണമൊക്കെ അവന്മാർ മനസ്സിലാക്കുമോ? അത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടെ ഉള്ളവൻ്റെ വിഷ്വലും കാണിച്ചിട്ട് പറ്റിക്കുന്ന അതും കേസി പിള്ളേരെ നെഞ്ചത്തൊട്ടിടാൻ വേണ്ടി നാണം കെട്ട വർഗ്ഗങ്ങൾ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, നാണം കെട്ട വർഗ്ഗം എന്ന് തന്നെ പറയത്തുള്ളൂ ഈ ഒരു പാർട്ടിയെക്കുറിച്ച്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.